സുഹൃത്തുക്കളെ, എന്താണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമ്മളുള്ളത് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ശ്രീ ഗുരുവായൂരപ്പൻ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കലാമണ്ഡലം ചന്ദ്രേട്ടന്റെ കൂടെയായിട്ടുള്ളത്. അപ്പോൾ ചന്ദ്രേട്ടന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കുറച്ചു നേരം ഒരു 10 മിനിറ്റ് ചന്ദ്രേട്ടന്റെ കൂടെ ഇരിക്കാം. അപ്പൊ എല്ലാവരും കൂടെ ഉണ്ടാവുക, സപ്പോർട്ട് ചെയ്യും. എന്താണ് വിശേഷം? പ്രത്യേകിച്ച് സന്തോഷം ഇന്ന് ജീവിതത്തിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. കാരണം ബാധ്യലോകത്താണ് നമ്മുടെ ജീവിതം. പാരമ്പര്യമായിട്ട് കലാജീവിതവും അച്ഛനൊക്കെ ആയിട്ട് തുടങ്ങിച്ചത്. അപ്പൊ ഒരു ദൈവത്തിന്റെ ഒരു വലിയൊരു അംഗീകാരമാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. അതോടൊപ്പം കൊട്ടും കൂടിയുള്ള ഒരു അംഗീകാരം. അതേപോലെ ചന്ദ്രേട്ടൻ നമ്മള് ജനിച്ച മുതലേ കണ്ടിട്ട് വളർന്ന ഒരാളാണ്. ചന്ദ്രേട്ടൻ എന്ത് ലഭിക്കുമ്പോൾ നമുക്ക് സന്തോഷം, വളരെയധികം സന്തോഷമുള്ളതാണ്. അതിൽ ഉള്ള സമയത്ത് അതിനൊരു സാഹചര്യം ഉണ്ടായി. ശക്തിയുള്ളത് ശക്തിയുള്ള ഒരു വ്യക്തിയാണുള്ളത്. മറ്റൊന്നുള്ള ദിവസമാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. എന്റെ നാട്ടിലെ എന്റെ കുട്ടികൾ എന്നത്തെ നാട്ടിലെ ഫുട്ബോൾ അസോസിയേഷൻ പറഞ്ഞ കുട്ടികളെല്ലാവരും കൊണ്ട് സ്പോർട്സ് എല്ലാവരും കൊണ്ട് വലിയൊരു വീട്ടിൽ വന്ന് ആദരിച്ചെന്ന് പറയുമ്പോൾ ഒരു ജീവിതത്തിൽ വലിയ അനുഭവമാണ്. എന്റെ നാട്ടിൽ എന്റെ കുട്ടികള് എന്റെ മക്കളെ എന്ന് പറയുമ്പോൾ അതിൽ നിന്നാണ് ഒക്കെ ഉണ്ടാവുന്നത്. നാട് അംഗീകരിച്ചാൽ നമുക്ക് വേറെപ്പോഴും കാര്യമില്ല. നാട്ടിലെ അംഗീകാരം ഒരു കാര്യമില്ല. നാട്ടിലെ അംഗീകാരം ഉള്ളവർക്കും നമ്മൾ എവിടെ സംഭവം നമുക്കുള്ള ഒരു അംഗീകാരം കിട്ടും. അതൊരു വലിയ കാര്യം. പെരുന്നാളൊക്കെ മറക്കാത്ത ഇവിടേക്ക് കിട്ടുന്നതാണ് ഭക്ഷണം. ആദ്യമായിട്ട് കിട്ടിയ അവാർഡ് ഏതായിരിക്കും മനസ്സിൽ അത്രയും സൂക്ഷിച്ചു? എനിക്ക് സ്റ്റേറ്റ് ഫെസ്റ്റിവലാണ് എന്റെ ഇതൊക്കെ വേറെ ലെവല് മാറി. സംസ്ഥാന സ്കൂളിൽ സ്റ്റേറ്റ് ഫെസ്റ്റിന് ഫസ്റ്റ് ലഭിച്ചത് 1989 അതാണ് എല്ലിന്റെ ടേണിംഗ് പോയിന്റ്. അതിനുശേഷം നമ്മള് കലാമണ്ഡലത്തിലേക്ക് അതിന് സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആ സമ്മർ ക്യാമ്പാണ് അതും കലാമണ്ഡലമായിട്ട് വേറെ ലെവലിലേക്ക് വന്നത്. ആദ്യം നന്നായി പഠിക്കാൻ സാധിച്ചു. അതിനെ ഏറ്റവും നല്ലത് എന്നെ പഠിപ്പിച്ച എന്റെ അച്ഛൻ തന്നെയാണ് വഴികാട്ടി. അതിലൊപ്പം അച്ഛൻ മനസ്സറിയിക്കുന്നതാണ്. നമ്മൾ പണിയെടുക്കുക, എല്ലാവർക്കും പണിയെടുക്കുമ്പോൾ നമ്മുടെ പണിയെടുക്കുക മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് മനസ്സിലായത് നമ്മൾ ചെയ്യുന്ന പണിയിൽ ആത്മാർത്ഥ സത്യസന്ധത വേണം, ലക്ഷ്യബോധം ഉണ്ടാവണം. അതും നമ്മള് അതിൽ സാമ്പത്തികമായിട്ട് ബാക്കിയൊന്നല്ല. പണിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ അത് നമുക്ക് വെറും ഉറപ്പ് അറിയാലോ. എവിടെയൊക്കെ ഇരിക്കാൻ വീടില്ലാത്ത കാലഘട്ടം, ഭക്ഷണം കഴിക്കാൻ പാടില്ലാത്ത കാലഘട്ടം, ഒരു മണിക്കും അറിവിലില്ലാത്ത കാലഘട്ടത്തിൽ ഞാൻ വന്നത്. പക്ഷെ ഇപ്പൊ നല്ലതിലേക്ക് എത്തിയാൽ പക്ഷെ എന്നാലും ജീവിതത്തിൽ വേറൊരു തലത്തിലേക്ക് എല്ലാം കൊണ്ട് ഔദ്യോഗിക സ്ഥാനത്തേക്ക് എത്താൻ കഴിയുന്നു പറയാം. അതുപോലെ ചന്ദ്രേട്ടൻ എന്ന് പറഞ്ഞാൽ പഴയ കാലം മറക്കാത്ത ഒരാളാണ്. ഏത് സ്റ്റേജിൽ ചെന്ന് കഴിഞ്ഞാൽ ചന്ദ്രേട്ടനാണ് പഴയ ഓർമ്മകൾ മറ്റുള്ള സ്റ്റേജിന് മുന്നിൽ കാലം മുന്നിൽ അതൊന്നും അവരോട് പറയും. അത് നമുക്ക് കേൾക്കുമ്പോ തന്നെ ഭയങ്കര സംഭവം. ഇപ്പൊ വിഷയം നമ്മളെവിടെയും എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പഴയതും പറയാറില്ല, നമ്മൾ മറക്കും. ശരിക്കും നമ്മൾ എവിടുന്നാണ് വരുന്നത്, ഞാൻ ആരാണ്, എവിടെ ആയിരുന്നു. ഇപ്പൊ നമ്മുടെ ഈ ജീവിതത്തിൽ നിന്ന് കുറെ അനുഭവങ്ങൾ ബാക്കിയുള്ളവരെ കേൾക്കണത് കേട്ടോട്ടെ. പക്ഷെ നമ്മുടെ ഉള്ളിൽ നമ്മളോട് പറയുന്നവർ നമ്മളെ തന്നെ ബോധിപ്പിക്കണം. ഞാൻ ഇവിടുന്നാണ് വരുന്നത്, ഞാൻ എത്തി നിൽക്കുന്നത് തീർച്ചയായിട്ടും. അതിനൊക്കെ വേറെ ലെവൽ ഇപ്പൊ അവിടേക്ക് എത്തിയത് എന്റെ പെരുങ്ങോട് സ്കൂള് പഞ്ചാബിയാണ് അതിന്റെ ഒരു ലെവൽ മാറ്റിയത്. പ്രത്യേകിച്ച് പോകുമ്പോൾ 6 നമ്പര് തുടക്കം പെരുങ്ങോട് പഞ്ചാബ് താണ്ടൂർ പഠിക്കുന്ന 1974 വയസ്സ് അരങ്ങേറ്റം കഴിഞ്ഞു. ഏകദേശം 50 വർഷം കഴിഞ്ഞു ബാബുലേക്ക് വന്നിട്ട്. പക്ഷെ അന്ന് ആശാനെ പഠിപ്പിച്ച് അച്ഛനെ പഠിപ്പിച്ച നേറ്റിയത്ത് ആശാണല്ലോ. അപ്പൊ അച്ഛൻ ഭക്ഷണം പഠിക്കാൻ പോയിരുന്നു, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു. ഒരു കാലത്ത് പട്ടിണി തരാന്ന് പൂമിലും മലകളിൽ നിന്ന് പകർച്ച കൊണ്ടുവന്നായിരുന്നു എല്ലാം പെരുങ്ങോടുള്ള വീടുകളൊക്കെ. ആ പകർച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ കൊണ്ടുപോയതാണ് കുട്ടുപിടിപ്പിക്കാൻ. അവിടെ വന്നപ്പോ ആശാന്റെ ഒരു മുൻപിലേക്ക് ചോദിച്ചു, ഭക്ഷണം കഴിച്ചില്ല. ഇല്ല പറഞ്ഞിട്ട് അവിടുന്ന് പാളെ ചോറ് കൊടുത്തു. അത് ദിവസം ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെന്നിട്ട് അച്ഛനെ അങ്ങനെ ചെണ്ട ശരിക്കും ശാസ്ത്രീയമായി പഠിച്ചാണ് കാലത്ത്. കാരണം നീട്ടിയിട്ട് അറിയപ്പെടുന്ന വലിയ തറവാട്ടിൽ പെരുങ്ങോട്ട് അവരുടെ വീട്ടിലാണ് പഠിച്ചത്. കലാമണ്ഡലം കേശവരനും എന്റെ അച്ഛനൊപ്പം പഠിച്ചതാണ്. അത് നീട്ടിയിട്ട് പോകുന്നതാണ്. പക്ഷെ ആശാന അന്ന് പിന്നെ എന്റെ വീട്ടിലേക്കാണ് പട്ടം കെട്ടിയിട്ടുള്ള അറിയാലോ, ഒരു നെടുമ്പറയിലേക്ക് അന്നൊക്കെ ആ കാലഘട്ടത്തിൽ നമ്മുടെ വീട്ടിലേക്ക് അത് വരാൻ വരുമ്പോ വലിയ വിപ്ലവകരമായ മാറ്റം അല്ലേ. അവര് തയ്യാറായല്ലോ. അത് സംസാരിക്കാൻ പറ്റാത്ത കമ്പ്രാമ്പിൽ പിടിച്ചു വരുന്ന കാലഘട്ടം വരുന്നു. അതാണ് ജീവിതത്തിലൊരു വേറൊരു കൊട്ടാണ്. നമ്മുടെ എല്ലാം ഒരു ശബ്ദമാണ്, നമ്മുടെ ശബ്ദമാണ് നമുക്ക് വേറിട്ട് നിർത്തുന്നതല്ല. പിന്നെ ഒരുപാട് വലിയൊരു ആളുകളായിട്ട് നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്തൊരു തലത്തിലാണ്. ഇന്ദിരാഗാന്ധിയെ കാണാൻ കഴിയുന്നു. ഇന്ദിരാഗാന്ധി, മൊറാർജി ദേശായി, നീല സഞ്ജീവ് റെഡ്ഡി, അതുപോലെ നമുക്ക് വെങ്കിടാചലം, ഈ EMS കരുണാകരൻ, അങ്ങനെ വരുന്ന അതങ്ങനെ ഒരുപാട്
വലിയ വലിയ ആൾക്കാരുടെ ഒപ്പം നിൽക്കാൻ ഒരു ഈ വാദ്യത്തിലൂടെ മാത്രം ഇപ്പൊ സംസ്ഥാന സർക്കാരിന്റെ ഇപ്പൊ 2 അക്കാദമികളുടെ ഭരണസമിതിയും കേരള കലാമണ്ഡലം കൽപ്പത സവാറസിൽ വിസിറ്റും പ്രൊഫസർ പക്ഷെ അതൊക്കെ എത്തിയത് കൊട്ടാണ് നമ്മുടെ എല്ലാം ആ ഒരു വഴിയിലൂടെ ചന്ദ്രത്തെ പഴയകാല ഒരു മനസ്സിന് തട്ടുന്ന വേദനിക്കുന്ന കുറച്ച് ഓർമ്മകളുണ്ട്. അത് പല സ്റ്റേജ് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഭക്ഷണം എവിടെയെങ്കിലും വേസ്റ്റ് ആയി കിടക്കുന്നത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് എന്റെ ചെറുപ്പക്കാരെ ഓർമ്മ വരും. കാരണം നമ്മള് ഭക്ഷണം കഴിക്കാനൊക്കെ ഒരു കാലഘട്ടത്തില് ഈ നായക്കളും പട്ടികളിലേക്ക് മുന്നിൽ ഭക്ഷണത്തിൽ ഇച്ചിരി കൊണ്ടിട്ടുണ്ട് കാലഘട്ടം ഉണ്ടായിരുന്നു. അതൊരു കാലഘട്ടത്തിൽ ഞാനൊക്കെ എനിക്ക് കാവലും നടന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ട് നിർത്തിയില്ല. കാരണം കുറച്ച് ആൾക്കാർ ഇലയെടുത്തിട്ട് മുറത്തിൽ കൊണ്ടുപോയിടുമ്പോൾ നമ്മൾ ആ ഇച്ചിരി ഭക്ഷണം കഴിച്ചിട്ട് നമ്മളത് വേറെ പാത്രത്തിൽ നമ്മൾ വീട്ടിൽ കൊടുത്തിട്ട് ഒരു ആഴ്ചകൾക്ക് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടം അതിന്റെ ജീവിതത്തിൽ ഓർക്കുന്നു. ശരിക്കും ഞാൻ എന്നും ഇപ്പോഴതിനെ എന്റെ ജീവിതത്തിൽ ഒരു മനുഷ്യന് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാറെന്ന് വെച്ചിരിക്കുന്ന ആളാണ്. മറ്റൊന്ന് പിന്നെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് നമുക്ക് ഇപ്പൊ തുണികൾക്ക് ബുദ്ധിമുട്ടില്ല, എല്ലാവരും വീട്ടിലും ബുദ്ധിമുട്ടില്ല. പക്ഷെ ഇപ്പൊ എനിക്കൊക്കെ ഉണ്ടായത് ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു ഷർട്ടിന് വേറെ ഷർട്ട് ഇടാൻ നോക്കിയില്ല. കീറ ട്രൗസർ അമ്മയെ അച്ഛനും എവിടെയും കൊണ്ടുപോയി ഷർട്ട് ട്രൗസർ ഇട്ട് പോകുന്ന കാലഘട്ടം. കുറെ കൂട്ടുകാരന്മാരെ തന്നെ കളിയാക്കിയത്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ ഇനി ഒരാളും അങ്ങനെ അനുഭവിക്കരുതെന്നുള്ളൊരു അവസ്ഥ. ഇപ്പൊ എന്നും ഓണം എല്ലാവർക്കും അല്ലെ? ഇപ്പൊ ഓണത്തിനാർക്കും പ്രത്യേകിച്ച് എല്ലാ ദിവസക്കാരും നമുക്ക് ജീവിതത്തിൽ എന്ത് ഭക്ഷണമാണ് എന്ത് ഡ്രസ്സാണ് വരത്തുമ്പോൾ കാശിന് വിലയില്ലാത്ത കാലഘട്ടം. അന്ന് ഞാനിപ്പോ ഒരു സ്കൂളിൽ കുട്ടികളിൽ നമുക്ക് കിട്ടുന്നത് ചിലപ്പോ 5 രൂപ 2 രൂപ കിട്ടുന്നുണ്ട് 5 രൂപ കഴിയുമ്പോൾ. ഞാൻ ഇപ്പൊ ഓർമ്മ കറുത്തൂർ പള്ളി നേർച്ചയ്ക്ക് എന്റെ നീട്ടിയത്തെ അച്ഛനും അച്ഛനും കൂട്ടാൻ പോയിട്ട് ഞാൻ കാലത്ത് മുഴുവൻ പിറ്റേ ദിവസം കുടിയേറ്റം കൂട്ടുന്നത് കിട്ടുന്നത് 25 പൈസയാണ്. അന്ന് 25 പൈസ തരുന്നത്. പക്ഷെ നമ്മൾ 5 പൈസ കൊണ്ട് സ്കൂളിലേക്ക് പോകുമ്പോ 2 പൈസക്ക് മഷിയും 2 പൈസക്ക് അല്ലെങ്കിൽ 1 പൈസക്ക് മിഠായും എടുത്ത് ബാക്കി 1 രൂപ 1 പൈസ 2 പൈസ പോക്കറ്റിലേക്ക് കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ഒരു കുട്ടികളടുത്ത് 1000 ഉറുപ്പിക കയ്യിലുണ്ട്. പൈസക്ക് മൂല്യം വില ഉണ്ട്. വില നമ്മൾ മനസ്സിലാക്കി കൊടുക്കണില്ല. അതൊന്ന് വിഷമിക്കുന്ന ഒരു അന്യൻ. അതെ, എന്റെ ജീവിതത്തിൽ ഞങ്ങളുടെ ഏറ്റവും മനോജ് ഞങ്ങളുടെ എന്റെ വീട്ടിൽ നിന്ന് കോളേജ് പഠിക്കുന്ന ആദ്യത്തെ ഒരു എന്റെ വീട്ടിലെ കോളേജ് ഡിഗ്രിക്ക് പഠിക്കുന്ന ആദ്യത്തെ ഒരു അനിയൻ എനിക്ക് അഭിമാനമായിരുന്നു. വ്യാസ കോളേജില് പഠിക്കുന്ന സമയത്താണ് കുളിക്കാൻ വേണ്ടി ഒരു പ്രഷർ എടുത്തിട്ട് ജീവിതത്തിൽ അതെന്താ പ്രശ്നം ദൈവം കൊടുക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചത് ഒരു എല്ലാം കൊണ്ടും നല്ലത്. അവിടെ ഒരു ദൈവം അടയാളപ്പെടുത്തപ്പെടും. അതിൽ പ്രധാനപ്പെട്ട എന്തോ സംഭവം ചെയ്യാതെ ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ ദൈവത്തെ മറക്കാതിരിക്കാൻ മനോജേട്ടൻ കാണുമ്പോൾ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കും പ്രതീക്ഷയായിരുന്നു ഒരു എന്തോ ഒരു സംഭവം ലോകം അറിയുന്ന എല്ലാം വാദ്യവരും ചെയ്യും. നല്ല വിദ്യാഭ്യാസമുണ്ട്. വിദ്യാഭ്യാസം ഘടകമാണ്. എല്ലാവരും വിദ്യാഭ്യാസം ഒരു ഘടകമാണ്. അതൊക്കെ കൂടി വന്നിട്ടുള്ള പക്ഷെ അതില് നമ്മുടെ ജീവിതത്തെ ഒരു വലിയ മറക്കാനാണ് തോന്നുന്നു. അച്ഛനു ശേഷം അപ്പൊ അപ്പൻ ദിവസമാണ് മരിച്ചത്. അപ്പൊ 2015 25 വർഷമായി അച്ഛൻ മരിച്ചത്. 2 വർഷം 7 വർഷം കേരള സാഹിത്യ കേരള സംഗീത അക്കാദമിയുടെ അവാർഡിന് പ്രത്യേകത ഒരു കേരളത്തിലെ ഒരേ വീട്ടിലേക്കാണ് കേരള സംഗീത അക്കാദമി അവാർഡ് കിട്ടിയ ഒരേ വീട് ഞങ്ങളുടെ വീടാണ്. എന്റെ വീടാണ്. ഒരേ ഒരു കേരളത്തിലെ വീട് എന്റെ അച്ഛന് എനിക്ക് സുബ്രഹ്മണ്യന് അനിയന. 3 പേരും കേരള സംഗീത അക്കാദമിയുടെ അവാർഡ് കിട്ടിയ ഒരേ ഒരു കുടുംബം. അതൊരു വലിയ അംഗീകാരം. ഇവിടെ ഞാനും എന്റെ ഭാര്യയും പിന്നെ 2 ആൺകുട്ടികള് അവര് കൊട്ടൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ആ ജീവിതം അവർ പഠിച്ചു. നമുക്ക് കല പഠിച്ചെങ്കിൽ പോലും നമുക്കൊരു ബ്രേക്കാണ്. സീസൺ ഇങ്ങനെ 6 മാസത്തെ ഒരു ബ്രേക്കാണ്. അപ്പൊ നമുക്ക് ആ ബ്രേക്കിൽ നമുക്ക് എത്ര കാശൊക്കെ തരണം നമുക്ക് ദിവസം കഴിയാൻ ബുദ്ധിമുട്ടാണ്. ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടില്ല. ഫാമിലി ആയിട്ട് ജീവിക്കുക പറഞ്ഞാൽ എളുപ്പമല്ല. അപ്പൊ അനുഭവിച്ചതാണ്. അപ്പൊ അവർ പഠിക്കാൻ തയ്യാറായ കുട്ടികൾ. പഠിക്കാൻ തയ്യാറ് മാത്രമല്ല മൂത്താൾ ആർക്കിടെക്ട് എഞ്ചിനീയറാണ്. TKM DRക്ക് കഴിഞ്ഞിട്ട് അയാളിപ്പോ കൊളംബിയൻ കമ്പനി അപ്പൊ ബാംഗ്ലൂർ ജോലി ചെയ്യണം. സീനിയർ ആർക്കിടെക്റ്റാണ്. 11 വർഷമായിട്ട് സീനിയർ ആർക്കിടെക്ടർ വർക്ക് ചെയ്യുന്നത്. അയാളെ കല്യാണം അടുപ്പിച്ചതാണ്. അയാള് ഭാര്യ ഡോക്ടറാണ്. അവര് വീട് അരീക്കോടാണ്. ഡോക്ടർ അഞ്ജലി എന്നാണ് പേര്. 2ാമത്തെ അവിടെ പ്രസവും. അയാളെ കൊണ്ട് അമ്മാരുതി കാറുണ്ടാക്കുന്ന കുട്ടി പ്ലാന്റേഷൻ എഞ്ചിനീയർ ജോലി ചെയ്യുന്നത്. അയാൾ എംടെക് കൃഷി എഞ്ചിനീയറും വളരെയായിരുന്നു. അയാളുടെ ഭാര്യ എംടെക് കഴിഞ്ഞിട്ടുള്ളതാണ്. അവർ ഇൻഫോപാർക്ക് എഞ്ചിനീയറാണ്. അപ്പൊ എന്തായാലും ജീവിതത്തിൽ വിദ്യാഭ്യാസം നമുക്ക് വേറെ ലെവല് കല ഉണ്ടാവുന്നതാണ്.
മക്കളൊക്കെ അച്ഛനെ കണ്ട് ബുദ്ധിമുട്ട് അറിയുന്നവരല്ല. അപ്പൊ ആ ഒരു വഴി വിട്ടിട്ട് വേറെ എന്താ പറയുക, നമ്മുടെ വീട്ടില് നമ്മുടെ മക്കളെ വഴി കിട്ടുന്നത് നമുക്ക് സ്കൂളിനായോ കൂട്ടുമാരായോ നമ്മുടെ വീട്ടിൽ നിന്നാണ് സംസ്കാരം തുടങ്ങുന്നത്. നമ്മുടെ രക്ഷിതാക്കൾ എങ്ങനെ ചെയ്യുന്നത് അതുപോലെയാണ് അവരും പഠിച്ചത്. അവരെ നമ്മൾ അന്നത്തെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞ് മനസ്സിലാക്കി അവരെ അനുഭവിക്കണം നമ്മുടെ വിഷയം. അത് നമ്മളെ കയറിടാൻ പാടില്ല. ഏത് സമയം നമ്മൾ അവരുടെ ബന്ധപ്പെട്ടിരിക്കും. അപ്പോൾ നമ്മൾ വിടില്ല.